നിരാശരായ ആത്മാക്കളുമായി 25 വർഷമായി കച്ചവടം നടത്തി തൃശൂർ ബിഷപ്പ് ഹൗസിനടുത്തുള്ള തോമസ്. തോമേട്ടന്റെ കട എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയും. ചായ, കൂൾ ഡ്രിങ്ക്സ്, വറവ് പലഹാരങ്ങൾ തുടങ്ങിയ എല്ലാ സാധനങ്ങളും ഇവിടെ ലഭ്യമാണ്. ഓർഡർ ചെയ്തിട്ട് വെറുതെ നിൽക്കാതെ വലതുവശത്തെ ചുമരിലേക്കൊന്ന് നോക്കണം. അവിടെ ഒരുപാട് പേരുടെ ചിത്രങ്ങൾ കാണാൻ സാധിക്കും. കൗതുകത്തോടെ നോക്കിപ്പോകും. കാരണം ആ ചിത്രങ്ങളിൽ കാണുന്നവരൊന്നും ഇന്ന് ജീവിച്ചിരിപ്പില്ല. ഇവിടെ വന്നിട്ട് 20-21 കൊല്ലായി. ആദ്യം ടാക്സി ഫീൽഡായിരുന്നു. ഇതിന് ചായക്കട തുടങ്ങിയത്. ഇവിടെ വരുന്ന കസ്റ്റമറാണ് അവർ. അവരൊക്കെ വരും. അവർ മരിക്കുമ്പോൾ ഇവിടെ പണം ഒട്ടിക്കാൻ പറയും. അവരല്ല, ബന്ധുക്കൾ വന്നിട്ട് ഓരോന്ന് തരും, അത് ഒട്ടിക്കും. അതാണ് ഞങ്ങളുടെ പരിപാടി. മാസ്റ്ററായി നിന്ന ഒരാളുടെ വെറും തമാശ പിന്നീടത് കടയിലെ മുതലാളിയടക്കം അതങ്ങ് ഏറ്റെടുത്തു തുടരുകയായിരുന്നു. ഇപ്പോൾ ഒരു ചുവര് നിറയെ മരിച്ചവരുടെ ചരമക്കുറിപ്പുകളും പത്രങ്ങളിൽ നിന്നുമൊക്കെ ശേഖരിച്ചവയൊക്കെ ഒട്ടിച്ച് സൂക്ഷിച്ചിരിക്കുകയാണ്. പുതിയതായി കാണുന്നവർക്ക് അതിശയമാകുന്ന രീതിയിലായി മാറിയെന്ന് കടയുടമ തോമ പറയുന്നു. സ്ഥിരമായി ചായ കുടിക്കാൻ വരുന്ന പ്രായം ചെന്നവർ തനിക്കും ഈ ചുമരിൽ ഒരു ഭാഗം വിട്ടുവെക്കണം തോമസേ എന്ന് തമാശയായി പറയുമത്രേ. മരിച്ചവർക്ക് കൂട്ടായി ആരെങ്കിലുമൊക്കെ വേണ്ടേ എന്ന ആശയമാണ് തോമയെ ഇത്തരത്തിലുള്ള ആശയത്തിലേക്ക് എത്തിച്ചത്.